Morning, miss. Good morning. Good morning, ma'am. Okay. ഫസ്റ്റ് ആരാണ് പ്രയർ? Good morning, ma'am. ഗുഡ് മോർണിംഗ്. Sumaya. ആരാണ്? Sumaya. ഉമയ. ഓക്കെ. Sumaya. സുമയ. ഓക്കെ ഓക്കെ. Pate. Yeah. There shall be a source of blessing. This is the promise of life. There shall be season refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Thank you, ma'am. താങ്ക് യു. സൈനിന് ആരാ പറയണേ? സൈനിന് ആരാ? ആരില്ല? കോഡ്സ് ഓഫ് ദ ഡേയോ? ഞാൻ പറയണ കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? ഉണ്ട് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരാ പറയണേ കോഡ്സ് ഓഫ് ദ ഡേ? എന്താണ്? ആരുമില്ല, ഞാൻ പറയട്ടെ മാം. ഞാൻ പറയുന്നു. പറഞ്ഞോ. Failure is not opposite of success. It is part of success. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ ഞാൻ? Yes, ma'am. ചാർട്ട് തയ്യാറാക്കാൻ. ഓക്കെ. അതെങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? സബ്മിറ്റ് ചെയ്യേണ്ടത് അതിപ്പോ പ്രസന്റ് ചെയ്താൽ മതി. ആക്ടിവിറ്റി അല്ലേ ഞാൻ തന്ന, അസൈൻമെന്റ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത് കേട്ടാ. ഹെൽത്തി ഹാബിറ്റ്സ് ഒന്ന് പോസ്റ്റർ ആരെങ്കിലും ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ അത്? ഉണ്ട്. ചെയ്യട്ടെ മാം. ആരെ പ്രസന്റ് ചെയ്യുന്നത്? പേര് അയക്കണേ നല്ലതായിരിക്കും. റസാന കയ്യിലുണ്ട് മാം, പ്രസന്റ് ചെയ്യാം. ഓക്കെ. പേര് അയക്കണ്ട്. ഞാൻ ഓരോരുത്തർ പേര് സെൻഡ് ചെയ്തോട്ടെ. ഞാൻ അത് ഓർഡറിൽ വിളിച്ചോളാം. റസാന ഖമർ. കാണാണ്ട് ഒരു മിനിറ്റ് മോനെ പിൻ ചെയ്യട്ടെ. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കേടാ. ഓക്കെ. ഹെൽത്ത് ആൻഡ് ഹൈജീൻ നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ. എത്ര പേരിരിക്കുന്നത് വായിച്ചല്ലോ? ഫസ്റ്റ് ഇവിടെ ബാത്ത് ആൻഡ് ബ്രഷ് ഡെയിലി, പിന്നെ ക്ലീനിങ് ഹൈജീൻ ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. പിന്നെ ഇത് ഹാൻഡ് വാഷ്, പിന്നെ ഡ്രിങ്ക് ലോട്ട് ഓഫ് വാട്ടർ, അതുപോലെ ഈറ്റ് ഫ്രൂട്ട്സ് ആൻഡ് ഹെൽത്തി ഫുഡ്സ്, പിന്നെ എക്സസൈസ് ഡെയിലി. ഓക്കേടാ, നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഇഷ്ടായി.
മിസ്സേ ഞാൻ ചെയ്തിട്ടുണ്ട് ട്ടാ. ഓക്കെ ഓക്കെ, പേര് അയച്ചോ കേട്ടോ. എന്റെ പേര് രസ്ന മാഡം. രസ്ന, നല്ല രസമുണ്ട് കേട്ടാ. മാം മാം ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, മാമിന് മാത്രം കാണാൻ പറ്റുള്ളൂ. അല്ല അല്ല, എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ. കാണാൻ പറ്റണില്ലല്ലോ. ആണോ? എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല ഇല്ല, കാണുന്നുണ്ടായിരുന്നു മാം. കാണുന്നുണ്ട് മാം, കാണുന്നുണ്ട്. കാണുന്നുണ്ട്. എനിക്കൊന്നും കാണാൻ പറ്റില്ലായിരുന്നു മാം. ഞാൻ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. ശാന്തി, ഞങ്ങൾക്കൂടെ വൈഫൈ ഉള്ളതാണ്. എനിക്കും കാണാൻ പറ്റില്ല. ശാന്തി, ഗുഡ് മോർണിംഗ്. ക്ലോസ് ചെയ്തിരിക്കാൻ പറയാം അവരോട്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ആവോ? ഞാൻ വിളിക്കുന്നവര് മാത്രം പറഞ്ഞാൽ മതി, ബാക്കി എല്ലാവരും മ്യൂട്ടായി. ശാന്തി ആണോ? അതെ അതെ. 1 മിനിറ്റ് ശാന്തി. ഓക്കെ, ശാന്തിനെ എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, പ്രസന്റ് ചെയ്തോടാ. ഗുഡ് ഹൈജീൻ ഹാബിറ്റ്സ് കാണാം. ഓക്കെ, കാണുന്നുണ്ടോ മാം? കാണാം. Brushing twice a day. Take a bath every day. Wash hands before and after the food. Don't waste food. Go exercise. Clean surroundings. ഓക്കെ, നല്ലതാണ് കേട്ടോ. Thank you. അടുത്തത് ജ്യോതി കേട്ടോ. ഗുഡ് മോർണിംഗ് മാം. കാണുന്നുണ്ടോ മാം? ഒരു മിനിറ്റ് ജ്യോതി, ഞാൻ എല്ലാവരും കൂടെ ഒരു കാര്യം പറയാണ്. ഇപ്പൊ എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ബാക്കിയുള്ളവരെല്ലാരും ഇപ്പൊ മ്യൂട്ട് അല്ല, ഭയങ്കര ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ട് കേട്ടോ. ഇവാ ഓക്കെ കേട്ടോ. അതേപോലെ ബാക്ക് ക്യാമറ വെച്ച് കാണിക്കണേ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, ജ്യോതി പ്രസന്റ് ചെയ്തോടാ. കാണുന്നുണ്ടോ മാം? മോനെ കാണാൻ പറ്റുന്നുണ്ട്. എന്നെയാണോ കാണുന്നത്? ഒരു മിനിറ്റ് മാം. എങ്ങനെയാ അത് ഇതാക്കുന്നത്? ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ക് ക്യാമറ ആക്കണത് എങ്ങനെയാന്ന് നിങ്ങൾ നോക്കി വെക്കണമെന്ന്. ഞാൻ ഇങ്ങനെ തന്നെ കാണിച്ചോട്ടെ മാം? കുഴപ്പമില്ല കേട്ടോ. കാണുന്നുണ്ടോ? ആടാ, ഞാൻ വരഞ്ഞതാണ് മാം, കുറച്ച്. നല്ലതാണ്. പറഞ്ഞോ കേട്ടോ, ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തോ. ശരി മാം, ശരി. മാം ഇത് വന്നിട്ട് ബ്രഷ് അതായത് ഡേയിൽ വന്ന് 2 times ബ്രഷിങ് ചെയ്യണം. ഇത് വന്ന് നീറ്റ് ക്ലോത്ത് നീറ്റ്ലി. ഇത് വന്ന് ക്ലിയർ ആവണില്ല കാണുന്നത്. അതെയോ? ലൈറ്റിന് എന്തോ ഒരു കൂടുതൽ. ഇത് വന്ന് കട്ട് യുവർ നെയിൽസ് മാം. പിന്നെ ഇത് ഹാൻഡ് വാഷ്, പ്രോപ്പർലി ഹാൻഡ് വാഷ് ചെയ്യണം. പിന്നെ വീടൊക്കെ ക്ലീൻ ആയിട്ട് ഹൗസ് ക്ലീനിങ്. പിന്നെ ഇത് ഈറ്റ് ഹെൽത്തി ഫുഡ്സ് മാം, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. പിന്നെ ബാത്തിങ് പ്രോപ്പർലി 2 times. പിന്നെ സ്ലീപ്പ് ടൈം. ഓക്കെ മാം, താങ്ക് യു. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം.
എനിക്ക് മാത്രമാണോ മാം കാണാൻ പറ്റാത്തത്? ബാക്കി എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും സെറീന, ഈ ഒന്ന് ലെഫ്റ്റ് സെറീന, പറ്റില്ല കേട്ടോ. ബാക്കിയുള്ളവർക്കൊക്കെ കാണാൻ പറ്റുന്നില്ലേ? മാം ചിലപ്പോ അത് ഉണ്ട് മാം. സ്ക്രീൻ റെഡി ചെയ്ത് കാണാൻ വെച്ചിരിക്കുന്നുണ്ട്. പറ്റുന്നുണ്ട് മാം. മാമിന്റെ സ്ക്രീൻ ഓണാക്കി വെച്ചിട്ടായിരിക്കും. അത് കുറച്ചൊന്നും മുകളിലോട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും കാണാൻ പറ്റും. ഞാൻ ഒന്നും ചേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല. സ്ക്രീൻ സാധാരണ കാണുന്ന പോലെ തന്നെ വെച്ചിരിക്കണത്. അല്ല, മാമിന്റെ എല്ലാവരും വെക്കുന്നത് മാമിന്റെ മാത്രമുള്ള സ്ക്രീനാണ് വെക്കുന്നത്. അതൊന്ന് ജസ്റ്റ് മുകളിലോട്ട് സ്കിപ്പ് ചെയ്ത് എല്ലാവരുടെയും കാണാൻ പറ്റും. അങ്ങനെ അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. മാം അത് ഞങ്ങൾ ചെയ്യുന്നത് മാമിന്റെ കുഴപ്പമല്ല, ബാക്കിയുള്ളവരുടെ യൂസ് ചെയ്യുന്നതിന്റെ പ്രശ്നമാണ്. മാമിന്റെ സ്ക്രീൻ ഒരു വൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് അങ്ങനെ വരുന്നത്. മാമിന്റെ സ്ക്രീൻ മാത്രം ഓൺ ആക്കിയാണ് എല്ലാവരും വെക്കുന്നത്, മാമിനെ മാത്രം കാണാനും ക്ലാസ് കാണാനും വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണ് വീഡിയോ പ്രസന്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. ഞാനത് അവരുടെ പിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യണ പോലത്തെ എന്നെ പോലെ തന്നെ കാണുന്ന രീതിയിൽ പിൻ ചെയ്ത് വെക്കാറുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇനി തമന്നല്ലേ, തമന്ന മെസ്സേജ് അയച്ചേടാ. അതെ മാം. ആ തമന്ന മോനെ പ്രസന്റ് ചെയ്തോട്ടോ കേട്ടോ. ഗുഡ് മോർണിംഗ് മാം. ബാക്കി എല്ലാവരും മ്യൂട്ട് ആയിക്കോട്ടോ. ഗുഡ് മോർണിംഗ്. അയ്യോ, ബാക്ക് ക്യാമറ എനിക്ക് ഫുൾ സ്ക്രീൻ വരുന്നുണ്ട്, മിനിമൈസ് ബാക്ക് ക്യാമറ കിട്ടുന്നില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞ ക്യാമറ നോക്കി വെക്കണം. മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലോ? മുകളിലാണോ? ബാക്ക് ക്യാമറ വീഡിയോ ഓൺ ആക്കിയാല് മേലോട്ടുണ്ട്. കിട്ടും. ഹലോ ഹലോ ആ മുകളിലുണ്ടല്ലോ, മുകളിലോ? ഹലോ, ബാക്ക് ക്യാമറ കൊടുത്തിട്ടുണ്ട് ആരോ മാർക്ക് പോലെ, അതിനകത്ത് നോക്കിയാൽ മതി. ഏറ്റവും ടോപ്പിലാക്കി ഇനിയിപ്പോ ഇങ്ങനെ നേരെ പിടിച്ച് കാണിക്കാൻ മാം കിട്ടുന്നില്ല, ടൈം പോകുന്നു. അത് ഫ്രണ്ട് ക്യാമറ വെച്ച് തന്നെ പ്രസന്റ് ചെയ്യടാ. ഇയാളുടെ ഫ്രണ്ട് ക്യാമറയിൽ ചാർട്ട് എടുത്ത് വെച്ച് തന്നെ പ്രസന്റ് ചെയ്താൽ മതിയല്ലോ. ഫ്രണ്ട് ക്യാമറ നല്ലതായിട്ട് കാണാൻ പറ്റും. ബാക്കി എല്ലാവരും മ്യൂട്ട് ആയിക്കോട്ടോ. കാണാവോ? ആ കാണാം കാണാം. ഇതാണ്. കാണാവോ മാം? വലിയ ചാർട്ടാണ്, കാണാവോ? എന്താ മാം? കുറച്ചുകൂടെ ബാക്കിലോട്ടിരിക്കുകയാണ്. കാണാവോ? ഓക്കെ ഓക്കെ. ശരി ശരി, ഇപ്പൊ കാണാം. അതായത് പറ്റുന്ന പോലെ ഒന്ന് നോക്കണ്ട, ക്ലിയർ ആവോ? ഇത് ആദ്യം ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു കുട്ടി ചിന്തിക്കുന്ന വീഡിയോ ആണ്. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. എന്താണ് ഹെൽത്ത് ഹാബിറ്റ്സ് എന്ന് കുട്ടിക്ക് അറിയില്ല. അപ്പൊ കുട്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഹെൽത്ത് ഹാബിറ്റ്സ് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ 16 ഹെൽത്ത് ഹാബിറ്റ്സ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നും കാണാൻ പറ്റുമോ? ഞാൻ വായിച്ചു തരാം കേട്ടോ. താഴെ വരെ ഉണ്ട്, കണ്ടോ? 16 ഉണ്ട്. ഇതില് 16 ആദ്യത്തേത് ഡു എക്സസൈസ് റെഗുലർ ആയിട്ട് ചെയ്യുക. കീപ് യുവർ റൂം ക്ലീൻ, നമ്മുടെ റൂം എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. മൂന്നാമത്തേത് യെസ് ടു വാട്ടർ, നോ ടു അതർ ഡ്രിങ്ക്സ്, അതായത് വേറെ ഷുഗറി ഡ്രിങ്ക്സ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് എപ്പോഴും ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ നാലാമത്തേത് പ്രയോറിറ്റൈസ് സ്ലീപ്പ്, മറ്റെല്ലാം പോലെ തന്നെ നമ്മൾ നല്ലപോലെ ടൈമിന് നേരത്തെ തന്നെ കൃത്യസമയത്തുള്ള ഉറക്കം. പിന്നെ അഞ്ചാമത്തേത് എന്താണ്, ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ്, നല്ല ഫുഡ്സ്, ആരോഗ്യമുള്ള ഫുഡ്സ് എപ്പോഴും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുക. പ്രാക്ടീസ് ഗുഡ് ഓറൽ ഹൈജീൻ, അതേപോലെ ബ്രഷിങ്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓറൽ ഹൈജീനിൽ ബ്രഷ് ചെയ്യുക, 2 നേരം ബ്രഷ് ചെയ്യുക. ഈറ്റ് ലോട്ട് ഓഫ് വെജീസ് ആൻഡ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഡയറ്റിൽ ഒരുപാട് ഉൾപ്പെടുത്തുക. പിന്നെ അതേപോലെ ടേക്ക് ഡെയിലി വാക്സ്, എന്നും കുറച്ച് ദൂരമെങ്കിലും നടക്കുക. ഹാബിറ്റ് ഓഫ് സ്ലീപ്പിംഗ് ഏർലി, നേരത്തെ ഉറങ്ങുന്നത് ശീലമാക്കുക. പ്രാക്ടീസ് ഹാവിങ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, അതായത് യോഗയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നല്ല ഒരു മാനസിക വളർച്ചയ്ക്കും നല്ല ഒരു സന്തോഷമുള്ളൊരു മൈൻഡ് സെറ്റും വേണ്ടി പ്രാക്ടീസിങ് ഉള്ള ആക്ടിവിറ്റീസ് ആണ്.
ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ, ധാരാളം വെള്ളം കുടിക്കുക. റീഡ് ഡെയിലി, ദിവസവും വായിക്കുക. ആക്റ്റീവ് ആയിട്ടിരിക്കുക. ട്രിം യുവർ നെയിൽസ്, എപ്പോഴും നഖങ്ങൾ വെട്ടി വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതേപോലെ ലിമിറ്റ് സ്ക്രീൻ യൂസ്, മൊബൈൽ ഉപയോഗം കുറയ്ക്കുക. ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഡ്രിങ്ക്സ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ ഞാൻ കൊടുത്തിരിക്കുന്നത് വാഷ് യുവർ ഹാൻഡ്സ്, കാണാവോ? എപ്പോഴും ഓൾവേസ് വാഷ് യുവർ ഹാൻഡ്സ്, എപ്പോഴും കൈകൾ വൃത്തിയായിട്ട് കഴുകി സൂക്ഷിക്കുക. എപ്പോഴാണ് കൈകൾ കുട്ടികൾ കൂടുതൽ കഴുകേണ്ടതെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വെൻ ഷുഡ് ഐ വാഷ് മൈ ഹാൻഡ്സ്, എപ്പോഴാണ് ഞാൻ കൈ നല്ലവണ്ണം കഴുകേണ്ടത്? ആഫ്റ്റർ പ്ലേയിങ് വിത്ത് ആനിമൽസ്, നമ്മുടെ വീട്ടിൽ പെറ്റ്സ് കാണും അല്ലെ, പെറ്റ്സ് കാണും, ഒരുപാട് പൂച്ച, പട്ടി, ഒരുപാട് അങ്ങനെ വളർത്തുന്നവരുണ്ടാവും. അപ്പോ അവരുമായിട്ട് കുട്ടികൾ ഇടപെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? കൈകൾ വൃത്തിയായിട്ട് കഴുകി സൂക്ഷിക്കുക. ആഫ്റ്റർ പ്ലേയിങ് ഔട്ട്സൈഡ്, പുറത്തു പോയി കളിച്ചു കഴിഞ്ഞാൽ കൈകൾ വൃത്തിയായിട്ട് കഴുകി സൂക്ഷിക്കുക. ഗോയിങ് ടു ബാത്റൂം, ടോയ്ലറ്റിൽ കയറി ഇറങ്ങി കഴിഞ്ഞാൽ വൃത്തിയായിട്ട് കൈകൾ കഴുകി സൂക്ഷിക്കുക. ബിഫോർ ഈറ്റിംഗ്, കഴിക്കുന്നതിന് മുമ്പ്. ആഫ്റ്റർ സ്നീസിങ്, നമ്മൾ തുമ്മിക്കഴിഞ്ഞാൽ അപ്പോഴേ കുട്ടികളെ കൈ കഴുകി ശീലിക്കുക. അതേപോലെ ഹൗ ഷുഡ് ഐ വാഷ് മൈ ഹാൻഡ്സ്, എങ്ങനെയാണ് കൈകൾ കഴുകേണ്ടതെന്നും കൂടെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അതായത് നമ്മുടെ റിസ്റ്റ്, നമ്മുടെ വാച്ച് കെട്ടുന്ന ഭാഗം അല്ലെ, അവിടെയൊക്കെ നല്ലോണം ഞെരടി തിരുമ്മി, അതേപോലെ ബേസ് ഓഫ് തംസ്, ഓരോ വിരലിന്റെ ഇടയ്ക്കും തള്ളവിരലിന്റെ ഇടയിൽ, നഖങ്ങളുടെ ഇടയിൽ, ഫിംഗർ നെയിൽസ്, പിന്നെ ബാക്ക് ഓഫ് ഹാൻഡ്സ്, കൈയുടെ എല്ലാ 2 പുറം ഭാഗങ്ങള്, പാം ടു പാം, 2 കൈവെള്ളകൾ. ഓക്കെ, ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഇതാണ് ഒരു പോസ്റ്റർ തന്നെയാണ് അത്. അതായത് ബി ക്ലീൻ, ബി ഹെൽത്തി, എപ്പോഴും ശുദ്ധിയായിട്ടിരിക്കുക, ആരോഗ്യം കാത്തു സൂക്ഷിക്കുക. അവിടെ കുറെ ടിപ്സ് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ വായിച്ചു തരാം കേട്ടോ. ബ്രഷ് ടീത്ത് ട്വൈസ് എ ഡേ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ബിഫോർ യു ഗോ ടു ബെഡ്. രാവിലെ എണീക്കുമ്പോൾ, കഴിക്കുന്നതിന് മുമ്പും, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കിടന്നുറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? ബ്രഷ് ചെയ്യുക 2 നേരം. ഓൾവേസ് വാഷ് യുവർ ഹാൻഡ്സ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ ബിഫോർ ഈറ്റിംഗ്, ആഫ്റ്റർ പ്ലേയിങ്, കഫിംഗ്, സ്നീസിംഗ്, എക്സെട്ര. ട്രിം യുവർ നെയിൽസ് once in a week and keep it always clean. Take a bath or shower once a day. വെയർ ഫ്രഷ് ക്ലോത്ത്സ് എവറി ഡേ, എപ്പോഴും വൃത്തിയുള്ള വസ്ത്രങ്ങൾ മാത്രം എന്നും ധരിക്കുക. ബ്രഷ് അല്ലെങ്കിൽ കോംബ് യുവർ ഹെയർ ട്വൈസ്, മുടിയൊക്കെ നല്ലോണം ചീകി ഒതുക്കി വെക്കുക. വെയർ ഫ്രഷ് ക്ലോത്ത്സ് എവറി ഡേ. സ്പെൻഡ് സം ടൈം ഡൂയിങ് എ ക്വയറ്റ് ആക്ടിവിറ്റി ബിഫോർ യു ഗോ ടു സ്ലീപ്പ്, ഉറങ്ങുന്നതിന് മുമ്പ് കഥ വായിക്കുക. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ, ക്വയറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുക. ഇതാണ് എന്റെ പോസ്റ്റർ. താങ്ക് യു. നല്ല രസമുണ്ട് കേട്ടാ. താങ്ക് നല്ല യു. ഭംഗിയുണ്ട്. താങ്ക് യു. ഓക്കേടാ, നല്ല പ്രസന്റേഷൻ ആണ് കേട്ടാ. ആയിഷ, മ്യൂട്ട് മാറ്റോടാ, മ്യൂട്ടാണ് ആയിഷ. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കേടാ, ഇനി പറഞ്ഞോ. ഓക്കെ, ഇതാണ് എന്റെ പോസ്റ്റർ. ഹൈജീൻ ഹാബിറ്റ്. ഫസ്റ്റ്, ക്ലീൻ യുവർ ടീത്ത് ട്വൈസ് എ ഡേ. ദിവസം 2 നേരം ബ്രഷ് ചെയ്യുക. ഈറ്റ് ഹെൽത്തി ഫുഡ് ആൻഡ് വാഷ് യുവർ ഹാൻഡ്സ്. ഹാവ് എ ബാത്ത് ഓർ ഷവർ എവറി ഡേ and drink plenty of water. Avoid junk food and work and play safely. Find a time to relax and get a plenty of sleep. Be kind to yourself and others. Stay healthy and stay happy. Thank you. നല്ല കേട്ടോ. അശ്വതി, അശ്വതി. ഓക്കേടാ, ഒരു മിനിറ്റ്. കാണാടാ. Okay. First one, okay. Wash your hands with soap and clean water before and after eating every meal. Next one, brushing. Brush your teeth every day in the morning and at the night. Next, bath daily with soap and clean water. And drink more water daily.
then exercise daily and eat more vegetables and grains, and wake up in early, then comb your hair daily, ask an adult to cut your nails with a nail cutter, then wear clean clothes daily. ഓക്കെ നല്ലതാണ് കേട്ടോ. ഓക്കെ, അശ്വതി കഴിഞ്ഞിട്ട് സഞ്ജന. സഞ്ജന മെസ്സേജ് അയക്കോട്ടെ. സഞ്ജന സഞ്ജന കാണാമോ മാം? ആടാം, ഒരു മിനിറ്റ് കേട്ടോ. ഇപ്പൊ കാണാം. ഓക്കെ, പറയട്ടെ. ക്ലിയർ അല്ലടോ, ഒന്ന് എല്ലാവരും ഒന്ന് അടുപ്പിച്ചെല്ലാവരും കാണിച്ചു തരോ ക്ലിയർ ആയിട്ട്? ഇപ്പോഴാ? ഓക്കെ, ഇപ്പൊ കാണാം. ഓക്കെ, അവരൊന്ന് പറഞ്ഞോട്ടോ. ഗുഡ് ഹൈജീൻ ഹാബിറ്റ്സ്. അതിൽ ഫസ്റ്റ് വൺ സ്ലീപ്പ്. കാണാമോ മാം? ആടാ. early to bed, early to rise, plenty of sleep helps you concentrate. അത് നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക, നല്ല ശീലങ്ങൾ അത്. പിന്നെ brush teeth every morning and night to keep them shining and bright. Visit your dentist regularly. ടീത്ത് നമ്മൾ രാവിലെയും രാത്രിയിലും റെഗുലർ ആയിട്ട് തേച്ച് വൃത്തിയായിട്ട് ബ്രൈറ്റ് ആയിട്ട് സൂക്ഷിക്കുക. പിന്നെ ഡെന്റിസ്റ്റിനെ ഇടയ്ക്ക് കാണിക്കുക. പിന്നെ നെയിൽസ്, നമ്മുടെ ട്രിം നെയിൽസ് വീക്ക്ലി, കീപ് നെയിൽസ് ഷോർട്ട് ആൻഡ് ക്ലീൻ. അതായത് നമ്മുടെ നെയിൽസ് വീക്ക്ലി വെട്ടി വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പിന്നെ അതുപോലെ ചെറുതാക്കിയും വൃത്തിയുള്ളതായിട്ട് സൂക്ഷിക്കുക. പിന്നെ ഹെയർ, വാഷ് യുവർ ഹെയർ ഓഫൺ, കീപ് ഇറ്റ് നീറ്റ് ബൈ സ്റ്റൈലിംഗ് ആൻഡ് ബ്രഷിംഗ്. അത് മുടി നമ്മളെ വാഷ് ചെയ്ത് ചീപ്പി വൃത്തിയാക്കി സൂക്ഷിക്കുക. പിന്നെ എക്സർസൈസ്, പ്ലേ ഔട്ട്സൈഡ് ആസ് മച്ച് ആസ് പോസിബിൾ, ഡോണ്ട് സിറ്റ് ആൻഡ് പ്ലേ ഓൺ ദ കമ്പ്യൂട്ടർ, വാച്ച് TV ടു ഓഫൺ. നമ്മൾ ടിവിയും കണ്ട് എപ്പോഴും കമ്പ്യൂട്ടർ ഫ്രണ്ടിലോ അങ്ങനെ ഇരിക്കാതെ എക്സർസൈസ് ഒക്കെ ചെയ്യുക, പുറത്തു പോവുക. പിന്നെ ഹൈജീൻ, ബാത്ത് ഓർ ഷവർ ആൻഡ് ചേഞ്ച് അണ്ടർവെയർ ഡെയിലി, വാഷ് ഹാൻഡ്സ് ആഫ്റ്റർ വിസിറ്റിംഗ് ദ ടോയ്ലറ്റ് ആൻഡ് ബിഫോർ ഈറ്റിംഗ്. അതായത് നമ്മൾ കുളിക്കുക, പിന്നെ നമ്മുടെ അടിവസ്ത്രങ്ങൾ ഡെയിലി മാറ്റുക, പിന്നെ ഹാൻഡ്സ് ടോയ്ലറ്റിൽ പോകുന്നതിന് മുമ്പും, പിന്നെ അതുപോലെ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞിട്ടും, പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷവും കഴിക്കുന്നതിന് മുന്നും കൈകൾ വൃത്തിയായിട്ട് കഴുകുക. പിന്നെ ഹോംവർക്ക്, ടേക്ക് കെയർ വിത്ത് ഹോംവർക്ക് ആൻഡ് ആൾവേസ് ഡു ഇറ്റ് ബിഫോർ ഗോയിങ് ഔട്ട് ടു പ്ലേ. അതായത് നമ്മൾ ഹോംവർക്ക് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുക, ചെയ്തിട്ട് വേണം പുറത്തൊക്കെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോവാൻ. പിന്നെ ഡയറ്റ്, ഈറ്റ് എ ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ്, ചൂസ് ഹെൽത്തി സ്നാക്സ് സച്ച് ആസ് ഫ്രൂട്ട് ഇൻസ്റ്റെഡ് ഓഫ് ക്രിസ്പ്സ് and sweets, avoid sweet fizzy drinks, drink water, milk or fresh fruit juice. അതായത് നമ്മൾ മധുരങ്ങളും പിന്നെ അതുപോലെ വേറെ ഡ്രിങ്ക്സ്, പുറത്തുനിന്നുള്ള ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ വെള്ളവും പാലും ഫ്രഷ് ഫ്രൂട്ടിന്റെ ജ്യൂസും അതൊക്കെ കുടിക്കുക. പിന്നെ ഇത് ജസ്റ്റ് അതിന്റെ നല്ലൊരു സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നത് മാം. ഇത് തന്നെ അതിനകത്ത് ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറഞ്ഞിട്ട് ഡെയിലി ബ്രഷ് ഡെയിലി, പിന്നെ അതുപോലെ ക്ലീൻ എന്ന് പറഞ്ഞിട്ട് കുറെ ഇതിന്റെ പടങ്ങള്. പിന്നെ വാഷ് ഹാൻഡ്സ്, ബാത്ത് ഡെയിലി, എക്സർസൈസ് ഡെയിലി, ഈറ്റ് ഹെൽത്തി ഫുഡ്, ഡ്രിങ്ക് ലോട്ട്സ് ഓഫ് വാട്ടർ, ഈറ്റ് ഫ്രൂട്ട്സ്. എത്രയാ മാം? കഴിഞ്ഞു മാം? ഹലോ മാം? കഴിഞ്ഞു? മാമിനെ കാണാനില്ല, പോയോ? ഇല്ല, എന്തോ ഒരു ടെക്നിക്കൽ ഹാങ് എന്തായതാണ്. ഇപ്പോഴും ക്യാമറ ഓൺ ആയിട്ടില്ല. 1 മിനിറ്റ്, അത് കാണാൻ പറ്റുന്നല്ലേ? നല്ലതായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടമായി.
ഓക്കേടാ. സഞ്ജന കഴിഞ്ഞിട്ട് ഡൈസിന. ഡെയ്സിൻ മാം. ഡേയ്സിന. ഓക്കേടാ. പ്രസന്റ് ചെയ്തോടാ. ഞാൻ മുറ വിളിക്കുമ്പോ മാറിപ്പോണ്ടല്ലോ എല്ലാപ്പോഴും. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ആയിട്ടില്ല. ഓക്കെ, ഗുഡ് മോർണിംഗ് മാം. നോക്കട്ടെ. ഓക്കേടാ. ഒന്ന് ഓരോന്നും ഒന്ന് സൂം ചെയ്തിട്ട് ഒന്ന് കാണിച്ചാലോ? ഓക്കെ. ഫസ്റ്റ് നമ്മൾ ഗുഡ് ഹാബിറ്റിനെ പറ്റിയിട്ട് പഠിക്കുന്നത്. ഇത് ഷോർട്ടായിട്ട് നമ്മളിപ്പം ഓരോ പോയിന്റ്സ് നമ്മൾ എഴുതിയിരിക്കുന്നതാണ്. ഗുഡ് ഹാബിറ്റ്: സ്ലീപ്പ് ഏർലി, വേക്കപ്പ് ഏർലി, ബ്രഷ് യുവർ ടീത്ത്, വാഷ് യുവർ ഫേസ്, ടേക്ക് എ ബാത്ത്, comb hair, wear clean clothes, trim nails, eat healthy food, drink lots of water, play and exercise, be cheerful, wash your hands. ഇനി നമുക്ക് പേഴ്സണൽ ഹൈജീൻ. These are the personal hygiene. Fold the blanket in the morning. Brush your teeth twice a day. Trim and clean your nails. Clean and polish your shoes. Take a bath every day. Comb your hair regularly. Wash your hands before and after having food. Arrange your books on the shelf. Fold your clothes and arrange them in the shelf. Next one, keeping clean. Brush teeth, wash face, take bath, comb hair, wear clean clothes, trim nails. Next one, keeping fit. Fit ആയിട്ടിരിക്കാൻ നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടേ? Eat healthy food. Drink lots of water. Play and exercise. Wake up early. Sleep on time. And be cheerful. Next one, be a good child. First one, get up early in the morning. Take a bath in the morning. Pray every day. Breakfast on time. Clean your shoes and slippers every day. Get ready for school on time. Wear your dress neatly. Throw waste into the waste bin. And go to bed on time. Good habits at meal time. We must wash our hands before and after every meal. We must not spill food around our plates. Good habits in the washroom. We must always flush the toilet after use. We must wash our hands with soap and water when we visit the toilet. Some other good habits. We must save water. We must not pluck leaves or flowers from plants. We must not use plastic bags often. We must throw things in a garbage bin. We must not tease stray animals. That's all, ma'am. നല്ല രസമായിട്ട് അവതരിപ്പിച്ചു കേട്ടോ. എനിക്കിഷ്ടായി. Okay, thank you, ma'am. ഓക്കേടാ. ഇനി ആരാണ്? നഫ്ലിയ. നഫ്ലിയ അല്ലേ? യെസ്, നാഫില. നാഫില. ഓക്കെ, നോക്കട്ടെ കേട്ടോ. ഓക്കെ, പ്രസന്റ് ചെയ്തോട്ടാടാ. ഇതായിട്ട് നിക്കോടാ, ക്ലിയർ ആവണ്ട. ടീത്ത് ബ്രഷ് ചെയ്യാ, രാവിലെയും വൈകുന്നേരം നമ്മൾ ബ്രഷ് ചെയ്യണം. വരയ്ക്കണേ ഇത്. വരച്ചതാ. നല്ല രസമുണ്ട് കേട്ടാ. താങ്ക് യു മാം. പിന്നെ നമ്മള്
Always wash your hands with soap and water before eating, after going to the bathroom, and after coughing or sneezing. നമ്മൾ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും ഒക്കെ നമ്മൾ മുഖം പൊത്തിയിട്ട് ചുമക്കുക. പിന്നെ നമ്മൾ നന്നായിട്ട് കൈ വാഷ് ചെയ്യുക. ബാത്റൂമിൽ പോകുമ്പോഴും പോയി കഴിഞ്ഞ് വന്നിട്ടൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക. പിന്നെ നമ്മൾ ജങ്ക് ഫുഡ് പിന്നെ കഴിക്കാതിരിക്കുക. ഹെൽത്തി ഫുഡുകൾ എപ്പോഴും കഴിക്കുക. ഇങ്ങനെ ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ കുളിക്കുക. ടേക്ക് എ ബാത്ത് ഓർ ഷവർ വൺസ് എ ഡേ. വാഷ് യുവർ ഹെയർ വിത്ത് ഷാംപൂ ഓഫൺ. പിന്നെ നമ്മൾ നീറ്റായിട്ട് വസ്ത്രങ്ങൾ ധരിക്കുക. അയൺ ചെയ്ത് നല്ല വെയിലത്തിട്ട് ഉണക്കിയിട്ട് നമ്മൾ വസ്ത്രങ്ങൾ ധരിക്കേണ്ടതാണ്. പിന്നെ നമ്മളെ മുടിയിൽ ജടയൊക്കെ കളഞ്ഞ് എപ്പോഴും മുടി നല്ല നീറ്റായിട്ട് വെക്കുക. നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഉറക്കം മസ്റ്റാണ്. എന്തായാലും കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ നല്ല ഉറക്കി ശീലിപ്പിക്കുക. രാത്രിയൊക്കെ ഫോണൊന്നും കൊടുക്കാതെ എപ്പോഴും അവരെ ആ സമയത്തിന് ഉറക്കുകയും ഉണർത്താനുള്ള സമയം വരുമ്പോൾ അവരെ എണീപ്പിക്കുകയും ചെയ്യുക. ഒരു സമയം നമ്മൾ അതിന് കണ്ടെത്തുക. പിന്നെ ഡെയിലി എക്സസൈസ് ചെയ്യുക. അതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നന്നായി കഴിപ്പിക്കുക. ഓക്കെ മാം. നല്ല രസമുണ്ടാടാ. ഷിബിലാട്ടെ ഷിബില ബാറ്ററി മ്യൂട്ടാവോ? ഷിബില ഓക്കെ. രേഷ്മ രേഷ്മ ഞാൻ വിളിക്കുന്നവരില്ലേ? രേഷ്മയാണോ രശ്മിയാണോ മിസ്? രേഷ്മ ഷിബില പറയട്ടെ. ഷിബില ഷിബില ഷിബിലാണോ? ഓക്കെ. ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ടിട്ട് ഷിബിലയുടെ ഓക്കെ ഓക്കെ. രേഷ്മ നെക്സ്റ്റ് ഇട്ടാടാ. ഓക്കെ മാം. മ്യൂട്ട് ചെയ്തോ. Healthy hygiene habits. Okay ടാ. Clean your teeth at least twice a day. Next, have a bath or shower every day. Cut your nails and fingernails regularly to prevent germ jobs. Eat healthy food on proper time. Say no to junk foods. Drink plenty of water. Be activity, work and play at least 1 hour, then find time to relax. Always wash your hands with soap before and after eating. Be kind to yourself and others, limiting television, mobile and computer use. Then get plenty of sleep, at least 8 hours. നല്ല ഇട്ടാടാ. നന്നായിട്ട് അവതരിപ്പിച്ചു കേട്ടോ. Thank you. രേഷ്മ ട്ടോ. Good afternoon, ma'am. Good afternoon. Good hygiene habits. കാണാൻ പറ്റുന്നുണ്ടോ മാം? കാണാടാ. Get up early in the morning. Brush your teeth twice a day. Exercise keep you healthy. Get your nails cut regularly. Take a bath every morning. Eat food on time. Drink lot of water, clean water. Pray to God in morning. When you cough, cover your nose and mouth. Outdoor games keeps you refreshed.
obey elders, be on time in your school, read books regularly, go to bed on time at night. Thank you, ma'am. നല്ലതായിരുന്നു കേട്ടാ. Thank you, ma'am. നൗഫല. Okay, ma'am. Good morning, ma'am. Good afternoon. Hygiene habit. I clip my toe nails and fingernails. I have a bath. I brush my teeth before I sleep and when I wake up. Get regular exercise. Go to bed early and sleep for at least 8 hours a night. I wear clean cloth. Eat healthy food. Thank you, ma'am. നല്ലതാണ്ടാ. രഞ്ജിത ട്ടാ നെക്സ്റ്റ്. രഞ്ജിത. കാണുന്നുണ്ടോ മാം? ആടാ ഒരു മിനിറ്റ്. പ്രസന്റ് ചെയ്തോ കേട്ടോ. Good afternoon. Good habits. I get up early in the morning. I wish everybody good morning. I brush my teeth twice a day. I have a bath daily. I do not waste water. I wear clean cloth. I wash my hands before and after I eat. I eat healthy food. I do not waste food. I drink lots of water every day. I keep my nails clean and short. I റേഞ്ചിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? I go to bed early and say good night. Thank you, ma'am. ഓക്കേടാ. നന്നായിരുന്നു കേട്ടോ. Thank you, ma'am. ഓക്കെ. ഷിബിന. ഷിബിന. Good afternoon, Okay. ma'am. Good afternoon. കാണാൻ പറ്റുന്നുണ്ടോ മാം? ആടാ ഒന്ന് സ്റ്റേ ഇങ്ങനെ എനക്കാതെ ഫോൺ വയ്ക്കണേ ക്ലിയർ ആവും. ഓക്കെ ഇപ്പൊ കുഴപ്പമില്ല. Good hygiene habit. കാണാൻ പറ്റുന്നുണ്ടോ മാം? കാണാടാ ഒന്ന് സൂം ചെയ്ത് ഓരോന്ന് പറയുമ്പോ ആ ഒരു ഇമേജ് സൂം ചെയ്ത് അടുപ്പിച്ച് വെച്ചിട്ട് കാണാം. Early to rise. Brush your teeth. Take a bath daily. Eat healthy food at proper time. Wash your hands to kill the germs. Eat fruits and vegetables. We must drink clean and filter water. Keep your home clean. Use dustbin. ഓക്കേടാ നന്നായിരുന്നു കേട്ടോ. Thank you. ഹബീബ. Yes, Habiba. Good morning, ma'am. Good afternoon, ma'am. Good afternoon ഡാ. One minute ട്ടാ. ആടാ. A hygiene habits. First, wash your hands and drink pure water and get plenty of sleep. Eat healthy food.
exercise daily, bath and brush daily, cut your nails, and be healthy and live strong. ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. Thank you, ma'am. ഫസാന 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 ഓക്കെ നെക്സ്റ്റ് വിളിക്കാം. ഹലോ മാം കേൾക്കുന്നില്ലേ? ഫർസാന. ഫസാന ഓക്കേടാ. 1 മിനിറ്റ്. ആടാ റെസ്റ്റ് ചെയ്തോട്ടാ. Good hygiene habits. Comb your hair properly and oil it if it's dry. Brush your teeth every day in the morning and at night. കാണുന്നുണ്ടോ മാം? വരച്ചാണാടാ? വരച്ചതാണ്. വയസ്സുണ്ട് കേട്ടാ. കാണാട്ടാ. And around get moving. Ask an adult to out your nails with a nail cutter. Wash your hand before and after your eat. After using the restroom. After touching your pets. After playing outside. Keep everything neat and clean. Bath daily with soap and clean water. Keep your toilet neat and clean. Make sleep a proper sleep. നല്ല ആണ്ടാടാ. Thank you. ഓക്കേടാ പ്രസന്റ് ചെയ്തോ കേട്ടോ. Hi, ma'am. ഗുഡ് മോർണിംഗ്. ഗുഡ് ആഫ്റ്റർനൂൺ. പേരെന്താണ് മോന്റെ? Jamshida. ജംഷിദ. ഓക്കെ. Hygiene habits. വരച്ചതാണോ? അതെ. Hygiene habits. Hair. Brush or comb your hair twice a day to keep the tangles out. Never share your brush or comb. Food. Eat only good clean food. Eat food rich in vitamins. Eat all fruits and vegetables. Body. Take a bath or shower once a day. Wash your hair with shampoo. Exercise. Always exercise. Run, jump, walk, do yoga. Nails. Keep fingernail and നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല മാം. ഇതൊന്ന് മീറ്റിംഗ് ടെസ്റ്റ് ആയി പോയതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ നെക്സ്റ്റ് ആരാണ്? ശ്രീകുട്ടി. ശ്രീകുട്ടി. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഓക്കെ കാണാൻ ഗുഡ് പറ്റുന്നുണ്ടോ? ആഫ്റ്റർനൂൺ. 1 മിനിറ്റ്. ഓക്കെ ടീച്ചറാണ് പ്രസന്റ് ചെയ്തോ കേട്ടോ. ഗുഡ് ഹൈജീൻ ഹാബിറ്റ്സ്. ഫസ്റ്റ് ഈറ്റ് ഹെൽത്തി ഫുഡ് ആൻഡ് ഫ്രൂട്ട്സ്. ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക. ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ. വെള്ളം ധാരാളമായിട്ട് കുടിക്കണം. ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ. ഡെയിലി 2 നേരമെങ്കിലും പല്ല് തേക്കണം. ടേക്ക് എ ബാത്ത് എവറി ഡേ. ഡെയിലി കുളിക്കണം. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽ. സ്ലീപ്പ് എയർലി. ഡോണ്ട് ഈറ്റ് ജങ്ക് ഫുഡ്. ജങ്ക് ഫുഡ്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കണം. ഗെറ്റ് വാക്സിനേറ്റഡ്. വർക്ക് ആൻഡ് പ്ലേ സേഫ്ലി. അതായത് എക്സസൈസ്, സ്പോർട്സ്, ആക്ടിവിറ്റീസ് അങ്ങനെ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് നമ്മൾ ലഘുലരായി. താങ്ക് യു. നല്ല രസമുണ്ട് കേട്ടാ.
Yes, just Sarika. Yes, ma'am. Good afternoon, ma'am. Good afternoon. Good hygiene habits. കാണുന്നുണ്ടോ മാം? പ്രശ്നം ചെയ്തോ കേട്ടോ. Okay. Good hygiene habits. First one, wake up early in the morning. Second, take a bath every day. പിന്നീട് brush your teeth twice a day. പിന്നീട് wash your hands. കാണുന്നുണ്ടോ മാം? ക്ലിയർ ആവുന്നില്ലാടോ. മാം ക്ലിയർ ആവാത്ത പോലെ ക്യാമറ. മാം ഓക്കെ കണ്ടിന്യൂ ചെയ്യട്ടെ മാം, അതോ ഫസ്റ്റ് തൊട്ട് പറയണോ? Wake up early in the morning. Take a bath every day. Brush your teeth twice a day. Wash your hands before and after meals. Cover your mouth and nose when you cough or sneeze. Meaning Malayalam parayana ma'am. Eat healthy food and fruits. Trim your nail. Comb your hair. പിന്നെ drink lot of water. പിന്നീട് wearing clean dresses. നല്ലതാണ്ടോ. Thank you. ഇനി മിലു കേട്ടോ. മിലു മിലു മിലു. ഓക്കെ, അല്ലല്ല സിനു. മിലു ഉണ്ടോ? ഞാൻ പ്രസന്റ് ചെയ്തോട്ടെ മാം. എടാ ഞാൻ ഓർഡറിലാണ് വിളിക്കണേ. ഓക്കെ ഓക്കെ. സിനു. ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ക്ലിയർ ആവുന്നുണ്ടോ? ഒരു മോഡല് പോലെ ഉണ്ട് കേട്ടോ. ക്ലിയർ ആണോ? ഇപ്പൊ കുഴപ്പമില്ല. ക്ലിയർ ആണോ? ഇതാണ് എന്റെ ചാർട്ട് മാം. കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. ഗുഡ് ഹൈജീൻ ഹാബിറ്റ്. എന്തൊക്കെയാണ് നമ്മുടെ ഹൈജീൻ ഹാബിറ്റ് നമ്മൾ പറയാൻ പോകുന്നത്? അതായത് ഫസ്റ്റ് വൺ, വാഷ് യുവർ ഹാൻഡ്സ് വിത്ത് സോപ്പ് ആൻഡ് ക്ലീൻ വാട്ടർ ബിഫോർ ആൻഡ് ആഫ്റ്റർ എവറി മീൽസ്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണത്തിന് മുമ്പും ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ കൈ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകണം എന്നാണ് ആദ്യത്തെ ഹാബിറ്റ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ബ്രഷ് യുവർ ടീത്ത് എവറി ഡേ ഇൻ ദ മോർണിംഗ് ആൻഡ് അറ്റ് നൈറ്റ്. അതായത് 2 നേരവും, രാവിലെയും രാത്രിയും നമ്മൾ പല്ല് തേക്കണം. ബാത്ത് ഡെയിലി വിത്ത് സോപ്പ് ആൻഡ് ക്ലീൻ വാട്ടർ. അതായത് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് നമ്മൾ കുളിക്കാൻ ശ്രമിക്കണം. കീപ് എവറിത്തിങ് നീറ്റ് ആൻഡ് ക്ലീൻ. അതായത് നമ്മുടെ സറൗണ്ടിങ്സും നമ്മുടെ വീടും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. വാഷ് യുവർ ഹാൻഡ്സ് ആഫ്റ്റർ യൂസിങ് ടോയ്ലറ്റ്. അതായത് ടോയ്ലറ്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ കൈ കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക. യൂസ് എ ഹാൻഡ് കർച്ചീഫ് വെൻ യു സ്നീസ് ഓർ കഫ്. അതായത് നമ്മൾ തുമ്മുകയോ ചുമക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് ടവൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെവർ പിക്ക് യുവർ നോസ് വിത്ത് എ ഫിംഗർ. നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മുടെ കൈയ്യ് നമ്മുടെ മൂക്കിലിടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആസ്ക് ആൻ അഡൾട്ട് ടു കട്ട് യുവർ നെയിൽസ് വിത്ത് എ നെയിൽ കട്ടർ. അതായത് നമ്മുടെ നഖം വെട്ടി സൂക്ഷിക്കാൻ നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. പിന്നെ comb your hair properly and oil it if it is dry.
അതായത് നമ്മൾ നമ്മുടെ മുടി നന്നായിട്ട് ഈരും, അതുപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ എണ്ണ പുരട്ടിയിട്ടൊക്കെ നമ്മൾ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. പിന്നെ ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ, അതായത് ധാരാളം വെള്ളം കുടിക്കാം. പിന്നെ പുട്ട് വേസ്റ്റ് ഇൻ ദ വേസ്റ്റ് ബിൻ, അല്ല ഡസ്റ്റ്ബിൻ, അതായത് നമ്മൾ വേസ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഡസ്റ്റ്ബിനിൽ ഇടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ റിൻസ് വിത്ത് വാട്ടർ ആഫ്റ്റർ ഈറ്റിംഗ്, അതായത് നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം, വായ നന്നായിട്ട് കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വെയർ ക്ലീൻ ക്ലോത്ത് ഡെയിലി, അതായത് എല്ലാ ദിവസവും നമ്മൾ ഡ്രസ്സ് നല്ല നീറ്റുള്ള ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഈറ്റ് മോർ വെജിറ്റബിൾസ് ആൻഡ് ഗ്രെയിൻസ്, അതായത് നല്ല പച്ചക്കറികളും വിത്തും അല്ലാതെ ധാന്യപദാർത്ഥങ്ങളുമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഗുഡ് ഫുഡ് ഫോർ ഹാബിറ്റ്, അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം രീതിയിലുള്ള ഹാബിറ്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് അടുത്തത് പറയുന്നത്. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽസ്, അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പോ പിൻപോ നമ്മൾ എന്തെങ്കിലും കൈ നന്നായിട്ട് കഴുകാൻ ശ്രമിക്കുക. ഈറ്റ് സ്ലോലി ആൻഡ് chew the food well, അതായത് പതിയെ കഴിക്കുകയും അതുപോലെ തന്നെ അത് ചവച്ചരച്ച് കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ എവറി ഡേ, അതായത് ധാരാളം വെള്ളം കുടിക്കാനായിട്ട്, എല്ലാ ദിവസവും ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഡു നോട്ട് ഈറ്റ് അൺകവേർഡ് ഓർ ഫുഡ് ഫ്രം ദ റോഡ് സൈഡ് വെഞ്ചർ, അതായത് നമ്മൾ ഒന്ന് മൂടി വെക്കാത്തതോ അല്ലെങ്കിൽ പുറത്ത് നിന്ന്, അതായത് ഈ സൈഡുകളിലൊക്കെ വിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ ഈറ്റ് ഫുഡ് അറ്റ് എ ക്ലീൻ പ്ലേസ് ആൻഡ് ക്ലീൻ ഡിഷ്, അതായത് നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കണം എന്തായിരിക്കണം, എപ്പോഴും നമ്മൾ ഇരിക്കുന്ന വശവും ഉണ്ടാക്കുന്ന സ്ഥലവും എന്തായിരിക്കണം, എപ്പോഴും നല്ല ക്ലീനും നീറ്റും ആയിരിക്കണം. ഈറ്റ് എ ലോട്ട് ഓഫ് സാലഡ്സ് ആൻഡ് ഗ്രീൻ വെജിറ്റബിൾസ്, അതായത് നമ്മൾ എപ്പോഴും നല്ല സാലഡ്സും അതുപോലെ തന്നെ വെജിറ്റബിൾസ് അടങ്ങിയിട്ടുള്ള ഒരുപാട് നല്ല നല്ല പദാർത്ഥങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡു നോട്ട് ഈറ്റ് ഓവർ ഈറ്റ്, ഒരിക്കലും നമ്മുടെ വയറ് നമ്മുടെ ഇതിനേക്കായി അധികമായിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്ത് ഭക്ഷണം കഴിക്കരുത്. ഡു നോട്ട് വേസ്റ്റ് ഫുഡ്, അതായത് നമ്മൾ ഒരിക്കലും നമ്മുടെ ഫുഡ് വേസ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഡു നോട്ട് ടോക്ക് ഓർ വാച്ച് TV while eating, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരിക്കലും TV കാണാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കാനോ നിൽക്കരുത്. പിന്നെ സ്ലീപ്പ് വെൽ, അതായത് നമ്മൾ എന്തിനും നന്നായിട്ട് ഉറങ്ങാന്നാണ്. എന്തിനാണ്? ടു സ്റ്റേ ഹെൽത്തി വി നീഡ് റെസ്റ്റ്, അതായത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോഡി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. വി മസ്റ്റ് സ്ലീപ്പ് ഫോർ എ ലീസ്റ്റ് 8 hours ഡെയിലി, അതായത് നമ്മൾ ഒരു ദിവസം 8 മണിക്കൂറെങ്കിലും മാക്സിമം ഉറങ്ങാൻ ശ്രമിക്കാം. താങ്ക് യു മാം. നന്നായിരുന്നു കേട്ടാ. താങ്ക് യു മാം. ഇനി ആരാണ്? സഫീത്ത. മാം എൻ്റെ സ്നേഹ മാം ഞാനാണ് ഷെറിൻ. ഷെറിൻ, ഓക്കെ. ഷെറിൻ അല്ല അടുത്തത്. ഞാൻ ഓർഡറിലെ വിളിക്കണേ കേട്ടാ. സിനു ആണ് ഇപ്പൊ പ്രസ് ചെയ്ത്. യെസ് മാം, സിനു. എനിക്ക് വിട്ടുപോയതാണ് കേട്ടോ. അപ്പൊ ഷെറിൻ, ഇനി അടുത്ത ഷെറിനാണ് കേട്ടോ. കാണാവോ? ഷെറിൻ നോക്കട്ടെടാ. ഓക്കേടാ. വരച്ചിരിക്കണാണോ? അല്ലല്ല. ഓക്കെ. എടാ ഇത് ബ്ലർ പോലെ തോന്നുന്നുണ്ടോ? നോക്കി ക്യാമറ ഒന്നേ. എന്തോ എനിക്കും തോന്നുന്നുണ്ട്. ബ്ലറാണല്ലോ. ഫ്രണ്ട് ക്യാം ആക്കി നോക്കൂ. ഫ്രണ്ട് ക്യാം ഓക്കെ. ഫ്രണ്ട് ക്യാമും ബ്ലറാണ്. ക്യാമറ ഒന്ന് തുടച്ചിട്ട് ക്ലോത്ത് കൊണ്ട് തുടച്ചതിന് ശേഷം യൂസ് ചെയ്യും. ഓക്കെ, ബ്ലർ തന്നെയാണ്. ഞാൻ പ്രസന്റ് ചെയ്തോട്ടെ മാം? അതാ സൂം ചെയ്തിട്ടേ ഏതൊക്കെ എടുക്കുന്ന സൂം ചെയ്തിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ഗുഡ് ആൻഡ് ഹൈജീൻ ഹാബിറ്റ്സ്. എന്താണ് ഹൈജീൻ ഹാബിറ്റ്സ്? നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ജീവിതശൈലി, ശുചിത്വ ശീലങ്ങൾ, അതിനെയാണ് നമ്മൾ ഹൈജീൻ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. ഹൈജീൻ ഹാബിറ്റ്സ് ആർ പേഴ്സണൽ പ്രാക്ടീസസ് ദാറ്റ് ഹെൽപ്പ് keep you clean and healthy. They can help prevent the spread of germs and illness. നമുക്ക്
രോഗങ്ങളും രോഗാണുക്കളും തടയാൻ നമ്മളെ സഹായിക്കുന്ന ആ ഒരു രീതിയാണ് ഹൈജീൻ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. ആദ്യത്തേത് വാഷ് ഹാൻഡ്സ്. വി മസ്റ്റ് വാഷ് our hands before and after every meal. We must use a good soap for washing our hands. We must use a clean towel to dry our hands. Dirty hands carry germs. വൃത്തിയില്ലാത്ത കൈകളിൽ അണുക്കൾ ഉണ്ടാവും. They make you ill. അസുഖങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. Next one, brushing the teeth. We must brush our teeth every morning and night before going to bed. Use a good toothbrush and toothpaste. Proper and regular brushing keep us free from number of diseases. ഒരുപാട് അസുഖങ്ങളിൽ നിന്നും നമ്മളെ തടയാനായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ബ്രഷിംഗ് നമ്മളെ സഹായിക്കുന്നതാണ്. Take care of our eyes, ears, nose. We should wash our eyes with clean water. Do not rub our eyes. Don't read in dim light. Don't see the sun directly. We should keep our ears clean. We should not use hard or point objects in our eyes. Use a cotton buds. Next one, we should clean our nose daily. We should cover our nose and mouth with a clean handkerchief while sneezing, coughing, yawning. നമ്മൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ കോട്ടുവായിടുമ്പോഴോ ഒക്കെ ഒരു ക്ലീൻ ഹാങ്കർചീഫ് കൊണ്ട് ഫേസ് കവർ ചെയ്യുക, മൂക്കും ഫേസും വായും കവർ ചെയ്യുക, അത് ശീലമാക്കുക. We should not bite our nails. Use a nail cutter to cut our nails. Keep the nails always clean. നഖങ്ങൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. Cut it weekly once. ഓക്കെ മാം, കഴിഞ്ഞു. ഓക്കെ, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടോ. താങ്ക് യു മാം. സഫീത. സഫീദ കേൾക്കാനുണ്ടോ മാം? കേൾക്കാട്ടോ. കാണുന്നുണ്ടോ? ഇല്ലടാ. ക്യാമറ ഓൺ ചെയ്യോ? ചെയ്യാം, ഒരു മിനിറ്റ്. സഫീത. ഓക്കെ, നെക്സ്റ്റ് പ്രസന്റ് ചെയ്തോ അശ്വതി. ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അശ്വതി. ഹലോ മാം, കാണുന്നുണ്ടോ? കാണാം കേട്ടോ. ക്യാമറ എവിടെയോ ഓൺ ചെയ്യുന്നു. ക്യാമറ കുഴപ്പമില്ല മോൻ, അത് ഫ്രണ്ട് ക്യാമറ വെച്ച് തന്നെ പ്രസ് ചെയ്യാൻ നോക്ക് കേട്ടോ. ഗുഡ് ഹാബിറ്റ്സ്. ഫസ്റ്റ് വൺ, പ്രയർ ടു ഗോഡ്. നമ്മൾ ഡെയിലി രാവിലെ പ്രാർത്ഥിച്ചിട്ട് വേണം എണീക്കാൻ. പിന്നെ റെഗുലർ ബ്രഷിംഗ് 2 times, daily bathing, obey elders, timely diet, early to bed, early to rise, regular exercise, punctual to school, and studying, regular nail cutting, keeping book neatly, playing, regular reading. Ma'am. ഓക്കെ, നല്ലതായിരുന്നു കേട്ടോ. Thank you, ma'am. കേൾക്കാവോ? കേൾക്കാട്ടോ. പ്രസന്റ് ചെയ്തോ. പ്രസന്റ് ചെയ്തോട്ടെ. Health and hygiene. Good habits for healthy kids. കുട്ടികൾക്ക് ഉണ്ടാവേണ്ട നല്ല ശീലങ്ങളാണ് പറഞ്ഞത്. നല്ല കുട്ടികളായി വളരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർ കീപ്പ് ചെയ്യേണ്ട കുറച്ച് നല്ല ഹാബിറ്റ്സുകളാണ്. ഫസ്റ്റ് വൺ, ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ്. നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ നേരത്തെ എണീക്കാൻ ശ്രമിക്കുക. നേരത്തെ കിടന്ന് ഉറങ്ങിയാലാണ് കുട്ടികൾക്ക് നേരത്തെ എണീക്കാൻ കഴിയുള്ളൂ. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ്. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ നന്നായിട്ട് കഴുകുക. കംപ്ലീറ്റ് യുവർ ഹോംവർക്ക് ഡെയിലി.
ഹോംവർക്ക് ഒക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്ത് തീർക്കുക. ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ. ദിവസത്തിൽ 2 ദിവസം 2 നേരം ബ്രഷ് ചെയ്യുക. രാവിലെ മോർണിംഗിലും അതുപോലെ ബെഡിലേക്ക് പോകുമ്പോഴും. പിന്നെ ഈറ്റ് ഹെൽത്തി ഫുഡ്. നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണങ്ങൾ വേണം കുട്ടികൾ കഴിക്കാൻ. ജങ്ക് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുക. ഷെയർ തിങ് വിത്ത് അതേഴ്സ്. ചെറുപ്പം മുതലേ കുട്ടികൾ മറ്റുള്ളവർക്ക് പലതും ഷെയർ ചെയ്ത് ശീലിക്കാൻ നോക്കുക. അപ്പൊ അവരെ സെൽഫിഷ് ആവാണ്ട് ഇരിക്കാൻ അത് ഉപകരിക്കും. ദെൻ ടേക്ക് ബാത്ത് ഡെയിലി. ദിവസം കുളിക്കുക. ഓൾവേസ് കവർ യുവർ മൗത്ത് വൈൽ കഫിങ് ആൻഡ് സ്നീക്സിങ്. തുമ്മുമ്പോഴും ചുമക്കുമ്പോഴൊക്കെ കർച്ചീഫ് യൂസ് ചെയ്തിട്ട് പൊത്തിപ്പിടിക്കുക. ദെൻ പ്രേ എവറി ഡേ. ദിവസം പ്രയർ ചെയ്യുക. കുട്ടികളുടെ ചെറുപ്പം മുതലേ തന്നെ അങ്ങനെ ഒരു ശീലം വളർത്തിയെടുക്കുകയെന്നുണ്ടെങ്കിൽ കുട്ടികൾ വഴി തെറ്റാണ്ട് നല്ല രീതിയിൽ വളരാൻ സാധിക്കും. ഓക്കെ, നല്ലതായിരുന്നു കേട്ടോ. ഓക്കെ മാം, താങ്ക്സ്. അപ്പൊ എനിക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് തരാനുണ്ട് കേട്ടോ. എന്റെ ക്ലാസ് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രെയർ പറയുമ്പോ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഒക്കെ ഉള്ളതല്ലേ അല്ലേ? യെസ് മാം. അപ്പൊ അതില് ഒരാളെ നിങ്ങൾ തന്നെ ലീഡർ ആയിട്ട് തെരഞ്ഞെടുക്കുക. എന്നിട്ട് ഈ പ്രെയർ ഡെയിലി ആരൊക്കെയാണ് പ്രെയർ പറയേണ്ടതെന്നുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കാം. നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു 110 കുട്ടികൾ കയറുന്നുണ്ട് ക്ലാസ്സുകളിൽ. അപ്പൊ അത്രയും കുട്ടികൾ ഉണ്ടാവും ആ ഗ്രൂപ്പിൽ. അപ്പൊ ഇന്ന ദിവസം ഇന്ന കുട്ടിയാണ് പ്രെയർ പറയേണ്ടത് എന്നുള്ള കാര്യം തീരുമാനമാക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞത് ഗുഡ് മോർണിംഗ് പറഞ്ഞ്, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഏത് ടീച്ചർ ആവട്ടെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് അങ്ങനെ ചെയ്യണത്. അങ്ങനെയാണ് ചെയ്യണേ അല്ലേ? സൈൻ ഇനും സൈൻ ഔട്ടും പറയാറുണ്ടോ? അല്ല, സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോട്സും കൂടി ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രെയർ കഴിഞ്ഞാൽ ദെൻ സൈൻ ഇൻ പറയാം. അപ്പൊ ഒരു കോട്ടില്ലേ, നമ്മൾ കോട്സ് ഓഫ് ദ ഡേ പോലെ കോട്ട് പറഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കൊടുക്കുക കേട്ടോ. അതേപോലെ സൈൻ ഔട്ട് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യൂലേ, അത് കഴിഞ്ഞ് താങ്ക് യു പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? സൈൻ ഔട്ട് പറഞ്ഞോണ്ടെന്ന് പറഞ്ഞിട്ട് ആ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യാം, സൈൻ ഔട്ടിന്റെ കോഴ്സ് കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ബാക്കിയുള്ളവരുടെ എല്ലാം ഇത് കാണാൻ പറ്റാഞ്ഞതില്, പ്രസന്റേഷൻസ് പോസ്റ്റേഴ്സ് ഒന്നും കാണാൻ പറ്റാഞ്ഞതിൽ വിഷമമുണ്ട്. നാളെ എന്റെ പോർഷൻസ് കഴിഞ്ഞിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. എല്ലാണ്ട് ഇടാൻ പറ്റുമോ? ഇതില് ക്ലാസ് റൂമിൽ ഇടാൻ പറ്റുമോ? കേട്ടോ, വേണ്ടല്ലേ? വേണ്ട, അത് ഭയങ്കര പ്രശ്നമാവും. കാരണം ശരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അസൈൻമെന്റ്സ് ഒക്കെ അവർ ചെക്ക് ചെയ്തോണ്ടിരിക്കാം. അപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാല് അത് ചെറിയൊരു ക്ലാഷ് വരാനുള്ള പ്രശ്നമാവും. അപ്പൊ അത് വേണ്ട കേട്ടോ, ആരോ അങ്ങനെ ചെയ്യരുതേ. നാളെ സ്റ്റാർട്ട് ചെയ്താലോ? എന്താണ്? നാളെ സ്റ്റാർട്ട് ചെയ്താലോ ബാക്കിയുള്ളവരുടെ? നാളെ ലാസ്റ്റ് നമുക്ക് പ്രസന്റ് ചെയ്യാം ടൈം ഉണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ. താങ്ക് യു.